വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന കേരളത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നാണ് മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവും എം പിയുമായ ലോക്സഭാ അംഗവുമായിട്ടുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ നമ്മോട് ചേരുകയാണ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ എടുത്ത തീരുമാനമായിരുന്നു ബീഹാറിലെ SIR തടയണം. ഇപ്പോൾ ബീഹാർ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് SIR കൊണ്ടുവരികയാണ്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. നമുക്കെല്ലാം അറിയാം, പാർലമെൻറ്റ് ചരിത്രത്തിൽ സ്തംഭനം ഉണ്ടാക്കലൊക്കെ ഉണ്ട്, പിന്നെയും റിസൈൻ ചെയ്യലൊക്കെ ഉണ്ട്. വർഷകാല സമ്മേളനം അത്രയും ഒറ്റ ദിവസം മാത്രം കുറച്ച് സമയം ഉണ്ടാക്കി മുഴുവൻ സമയവും പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തനരഹിതമായിരുന്നു. അത്ര ഗൗരവമായ തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് പ്രശ്നത്തിൻ്റെ ഗൗരവം കൊണ്ടാണ്. ഞങ്ങൾക്കും പ്രശ്നമുണ്ട്, പാർലമെൻറ്റാണ്. പക്ഷേ പാർലമെൻറ്റിനെ തന്നെ ഒരു സമ്മേളനം സമ്പൂർണ്ണമായും നിശ്ചലമാക്കിയ ചരിത്രം തന്നെ നടാടെയാണ്. അത് പ്രശ്നത്തിൻ്റെ ഗൗരവം അത്ര വലുതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ ഇളകുകയാണ്. അവിടെ അത് ശരശയ്യെ കിടക്കുകയാണ്, ജീവൻ്റെ മരണത്തിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. കാരണം നമ്മൾ ലോകത്തിന് മുമ്പ് പറയുന്നത് വാസ് ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രസി, ഇന്ത്യ ഇസ് മദർ ഓഫ് ദി ഡെമോക്രസി. ഇതൊക്കെ പറയുന്ന ഒരു രാജ്യം ഇലക്ട്രോണിൽ പൊരുത്തത്തെ പരിഷ്കാരത്തിന് വേണ്ടി SIRൻ്റെ പേരിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ കൊല്ലാപ്സ് ചെയ്യാണ്. അവർ വിചാരിച്ച മാതിരി ഇപ്പോൾ രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞ കാര്യമല്ല, നിങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു. കൃത്യമായിട്ട് ഇന്നതാണെന്ന് പഠിച്ച് മനസ്സിലാക്കി കാലങ്ങളോളം നടത്തിയിട്ടുള്ള വർക്കിൻ്റെ അടിസ്ഥാനം, ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് മുഴുവൻ കള്ളത്തരമാണ്, വ്യാജരേഖകളാണ്. ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ആൾപ്പാർപ്പില്ലാത്ത വീട്, അവിടെ ഭീമമായ നമ്പർ ആളുകൾ ചേർത്തിരിക്കുകയാണ്. ചില ആളുകൾക്ക് മേൽവിലാസമില്ല, ചിലത് ഡ്യൂപ്ലിക്കേറ്റാണ്. ആ സ്വഭാവത്തിൽ 5-6 പോയിൻ്റ് പിൻ പോയിൻ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു. ഒരു മുറിയിൽ തന്നെ 83 പേര്. അതെ, ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷൻ, ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറയാം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ രക്ഷകനാണ്. എന്നാൽ ഗവൺമെൻറ്റുമായി തെറ്റായ ധാരണയുണ്ടാക്കി അവരുടെ ഏകാധിപത്യം വളർത്താൻ വേണ്ടി പവിത്രമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടുള്ള ആ സംവിധാനത്തെ ഇന്ന് തകർക്കുകയാണ്. നാണക്കേടാണ് അവർ ചെയ്തത്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം പരിഹാസ്യമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സിസ്റ്റത്തെയും തകർക്കുക, ഡെമോക്രസിയുടെ എല്ലാ സിസ്റ്റത്തെയും തകർക്കുകയാണ്. വോട്ടർ ലിസ്റ്റ് വ്യാജമായി കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ അർത്ഥമില്ലല്ലോ, അവർ വിചാരിച്ച മാതിരി ചെയ്യാമല്ലോ. രണ്ടാമത് എല്ലാ മേഖലയിലും, പാർലമെൻ്റ് ആകട്ടെ, ജുഡീഷ്യറി ആവട്ടെ, മറ്റെല്ലാ മേഖലയിലും അവർ മീഡിയ, എത്ര മീഡിയൻ്റെ ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട് ഇന്ത്യയിൽ. എന്താ അവർ ചെയ്തത്? ഈ അക്രമത്തെപ്പറ്റി പുറത്ത് പറഞ്ഞതുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് ജയിലിട്ടിരിക്കുകയാണ്. ആ ഒരു സ്വഭാവത്തിൽ രാജ്യം പോകുന്ന സമയത്ത് ശക്തമായ പ്രക്ഷോഭം ഉയർന്നു പറഞ്ഞാൽ അല്ലേ രക്ഷയില്ല. അല്ലെങ്കിൽ ഡെമോക്രസിയുടെ നമ്മൾ നേരത്തെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിയമ നടപടിയിലേക്ക് ശക്തമായി കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാണിച്ചത് മരിച്ചു എന്ന് പറഞ്ഞ പേര് നീക്കുന്നവരെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയത്. ഇതോടുകൂടി 11 രേഖകളല്ല, ആധാർ 12ാമത്തെ രേഖയെ ഹാജരാക്കണമെന്ന് ഇടക്കാല ഉത്തരവുണ്ട്. അതിനർത്ഥം ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം തെറ്റായിരുന്നു. അത് തിരുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി. മാത്രമല്ല കേസിന് ഒരു ഘട്ടം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു അപക്വമല്ലേ, കോടതി വെല്ലുവിളിക്കുകയല്ലേ? മാത്രമല്ല കോടതിയുടെ ചില ഒബ്സർവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോടതി വിധി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൽ അപാകതകളെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞു ചില കാര്യങ്ങൾ. അപ്പോഴേ ഇവിടെ നിങ്ങൾ ചോദിച്ച പോലെ ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ തെറ്റ് തിരുത്തുന്നതിന് പകരം SIR മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ടോട്ടൽ കൊലാപ്സ് ഓഫ് ഡെമോക്രസി ആ ഒരു സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രശ്നം കൂടുതൽ ശക്തിയാവും. ഇപ്പം ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്, ഞങ്ങൾ പാർലമെൻറ്റിൽ സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹകരിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളും, ഇന്ത്യ അലയൻസ് എല്ലാ പാർട്ടികളും. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ അലയൻസിൻ്റെ അടിയന്തര മീറ്റിംഗ് വിളിക്കുമെന്നാണ്. ഞങ്ങൾ പറയട്ടെ, എല്ലാവരും പറയും. എന്നിട്ട് പുതിയ പ്രോഗ്രാം ഓഫ് ആക്ഷൻ കൂടി, കാരണം ഇപ്പോൾ ഇവർ SIR ഇപ്പോൾ ബീഹാറിലെ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്ട്രാറ്റജി എന്താണ് എന്ന് ഗൗരവമായിട്ട് ആലോചിച്ച് ഇന്ത്യയിലാകെ ആളിപ്പടരുന്ന പ്രക്ഷോഭമായിട്ട് അതിന് ഉയർത്തിക്കൊണ്ടുവരേണ്ട അനിവാര്യമാണ്. അല്ലെങ്കിൽ നാട്ടിൽ രക്ഷയില്ല എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ മുന്നണിയിൽ CPM-നും CPI-ക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എല്ലാം ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമാണ്. പക്ഷേ കേരളത്തിൽ ഈ മുന്നണികൾ മുഖാമുഖം നിൽക്കുന്നതാണ്. അപ്പോൾ CPM ഈ സമരമുഖത്തേക്ക് വന്നാൽ യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകുമോ? കേരള സ്വാഭാവികമല്ലേ, എല്ലാവരും വേണം, ഇന്ത്യ അലയൻസിൽ ഉണ്ടല്ലോ എല്ലാവരും. അതായത് ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അത് നിങ്ങൾ കേരള ഗവൺമെൻറ് എന്നുള്ള നിലയിലല്ല കണ്ടത്. ആ നിലയിൽ നോക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കക്ഷി ഏരിയയാണ്. ഈ എല്ലാ അഴിമതിക്കും അവർ കൂട്ടുനിന്ന് കൊടുക്കുകയാണ്.
ആ സാഹചര്യത്തിൽ കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ എവിടെയാവട്ടെ എവിടെയായിരുന്നാലും സത്യസന്ധമായിട്ടുള്ള സംഗതി ഉണ്ടാവണം. ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മൗലികമായ സിദ്ധാന്തമാണ്. ആ ട്രസ്റ്റ് വർത്തിനെസ്സാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രക്ഷോഭത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കും. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഇതിൽ യോജിക്കാൻ കഴിയേണ്ട കാര്യമാണ്. ഇന്ത്യ ആകെ പക്ഷേ BJPയുടെ എന്താ പറയുക ദാസ്യവേല ചെയ്യുന്ന ആളുകൾക്ക് അത് ഇത്രയായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ കാലം മനസ്സിലാക്കും. പക്ഷേ ഇന്ത്യ തകരാൻ, ഇന്ത്യയിൽ ജനാധിപത്യം തകരാൻ ഒരിക്കലും മൗനാനുവാദം കൊടുക്കില്ല. സാധിക്കുന്ന പ്രക്ഷോഭം എന്തൊക്കെയാണോ ആ പ്രക്ഷോഭം ശക്തമായി ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. CPM എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശമുണ്ടോ ഈ വിഷയത്തിൽ? അറിയില്ല. അല്ല, അങ്ങേക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാറുണ്ടോ? അതായത് CPM-നോടല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഇന്ത്യ അലയൻസ് തന്നെ CPM ലീഗിൻ്റെ വ്യത്യാസമല്ലല്ലോ അത്. തീർച്ചയായിട്ടും കൂടി യോജിച്ചുകൊണ്ട് തന്നെയാണല്ലോ പ്രക്ഷോഭങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു ഡിവൈഡും ഉണ്ടാവില്ല. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇന്ത്യ അലയൻസ് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമയമാണ്. പക്ഷേ ഒരുമിച്ച് നിൽക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ 324 വോട്ട് സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അസാധു പോയി. അതിനുശേഷം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നതാണ് നമ്മൾ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിപ്പോൾ എക്സാമിൻ ചെയ്യേണ്ട സംഗതിയാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ എങ്ങനെയാണ് ഈ ചോർച്ച എവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും നമ്മുടെ ലീഡർഷിപ്പും ഒക്കെ തന്നെ ആ കാര്യത്തെപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എവിടെയാണ് പാഴ്ച പറ്റിയിട്ടുള്ളത്, ബോധപൂർവമാണ് അല്ലാതെയോ എന്നിത്യാദി കാര്യങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അത് ഗൗരവമുള്ളൊരു സംഗതി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് വോട്ടിംഗ് ഈ അസാധു എടുത്ത് മാറ്റിയാൽ പോലും വോട്ട് ചോർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, ഇനി SIR പോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി? രണ്ടും തമ്മിൽ ആരോഗ്യം ഉണ്ടാവില്ല. ഇതൊരു പൊതു തത്വമാണ്. രാജ്യത്തെ ബാധിക്കുന്ന മൗലികമായ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ ചോർച്ച എങ്ങനെ വന്നു എന്നത് എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളത് ഒന്നുമില്ലാതെ നിസ്സാരമാക്കുന്നില്ല. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എവിടെയാണ് അതിൻ്റെ ഫോൾട്ട് പറ്റിയത് എന്ന് നോക്കേണ്ടതാണ്. അതായത് അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ SIR ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭവും ഇത്തരത്തിലുള്ള ഒരു സുദർശൻ റെഡ്ഡി വിഷയത്തിലുള്ള തിരിച്ചടിയും കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല എന്നാണ്? നത്തിങ് ടു ഡു വിത്ത്. അത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഏതായാലും SIR-നെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തിരിക്കുന്നത്. സഹകരിക്കാവുന്ന എല്ലാ പാർട്ടികളുമായിട്ടും യോജിച്ച് തന്നെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ SIR-നെതിരെ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹരി മുണ്ടൂറിനൊപ്പം D. ദർസ്മോത്ത്, മീഡിയ 1, ഡൽഹി.